Hello everyone, welcome back to Xylem Learning. Aduma Mrs. here. ആസിഡ് ബേസ്ഡ് സോൾട്ട് എന്നുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്ററിന്റെ ഒരു അടിപൊളി വീഡിയോ ആയിട്ടാണ് മിസ് ഇന്ന് വന്നിരിക്കുന്നത്. ഓൾറെഡി ആസിഡ് എന്താണ്, ബേസസ് എന്താണ്, സോൾട്ട് എന്താണെന്ന് നിങ്ങൾക്കറിയാം. ബട്ട് എന്നാലും ഇതിന്റെ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ ഓർത്ത് വെക്കണം. എപ്പോഴും നിങ്ങൾ മനസ്സിലാക്കുക, ആസിഡ് എന്ന് പറയുമ്പോൾ ആസിഡ്സിന്റെ ടേസ്റ്റ് എന്ന് പറയുന്നത് എന്താണ്? ഒരു സോർ ടേസ്റ്റ് ആണ്. ഈ സോർ ടേസ്റ്റ് നമുക്ക് എപ്പോഴും ഫീൽ ചെയ്യാറുണ്ട് അല്ലെ? നമ്മൾ ഒരു ലെമൺ കഴിക്കുമ്പോൾ നമുക്ക് ആ ഒരു പുളിപ്പ് ഫീൽ ചെയ്യാറില്ലേ? ഇനി അതേപോലെ തന്നെ ഒരു തക്കാളിയാണ് കഴിക്കുന്നതെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ആ ഒരു പുളിപ്പ് ഫീൽ ചെയ്യും അല്ലെ? അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ആസിഡ്സ് പ്രസന്റ് ഇൻ ഫുഡ് സബ്സ്റ്റൻസ് ആർ വീക്ക്. അതായത് നമ്മൾ കഴിക്കുന്ന ഒരുപാട് ഫുഡ് ഐറ്റംസിൽ ആസിഡ്സ് പ്രസന്റ് ആണ്. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത്, നമ്മൾ കഴിക്കുന്ന ആസിഡുകൾ എന്ന് പറയുന്നത് ഈ പറഞ്ഞ പുളിയിലും തക്കാളിയിലും ടാമറിൻഡിലും ഒക്കെ ഉണ്ടാവുന്ന ഡിഫറെന്റ് കൈൻഡ് ഓഫ് ആസിഡ്സ് ഇല്ലേ, ദേ ആർ കൺസിഡേർഡ് ആസ് വീക്ക് ആസിഡ്. ഇപ്പൊ വിനാഗിരി, നമ്മൾ അച്ചാറൊക്കെ ഇടാൻ വേണ്ടിയിട്ട് അല്ലെ, പിക്കിൾസിലൊക്കെ യൂസ് ചെയ്യുന്ന വിനാഗിരി എന്ന് പറയുന്നത് ഒരു ആസിഡ് ആണ്. വിനാഗിരിയിലുള്ള ആസിഡിന്റെ പേരാണ് അസറ്റിക് ആസിഡ് എന്ന് പറയുന്നത്. സോ ഇറ്റ്സ് കൺസിഡേർഡ് ആസ് എ വീക്ക് ആസിഡ്. ബട്ട് അറ്റ് സെയിം ടൈം നമ്മൾ ലാബിൽ യൂസ് ചെയ്യുന്ന ഡിഫറെന്റ് കൈൻഡ് ഓഫ് ആസിഡ്സ് ഉണ്ട്. ഹൈഡ്രോക്ലോറിക് ആസിഡ്, സൾഫ്യൂരിക് ആസിഡ്, ഇതൊക്കെ എന്താണ്? സ്ട്രോങ് ആയിട്ടുള്ള ആസിഡുകളാണ്. അപ്പൊ നിങ്ങൾ നോക്കിക്കേ, ദ കെമിക്കൽ നാച്ചർ ഓഫ് ദ സബ്സ്റ്റൻസ് ഈസ് അസിഡിക്. അവരുടെ കെമിക്കൽ നാച്ചർ എന്ന് പറയുന്നത് എന്താണ്? അസിഡിക്. അപ്പൊ ഇവിടെ നിങ്ങൾക്ക് നോക്കിക്കേ, വിനാഗിരിയിൽ അസിറ്റിക് ആസിഡ് ഉണ്ട്, ആപ്പിൾ ആണെങ്കിൽ മാലിക് ആസിഡ് ഉണ്ട്, മിൽക്കിലാണെങ്കിൽ ലാക്റ്റിക് ആസിഡ് ആണുള്ളത്, ലെമൺ നോക്കിക്കേ സിട്രിക് ആസിഡ് ആണ്, ഗ്രേപ്സിൽ ടാർട്ടാറിക് ആസിഡ് ആണ്, ടൊമാറ്റോയിൽ ഓക്സാലിക് ആസിഡ് ആണ്. ഇനി ഇവിടെ നോക്കിക്കേ, ആന്റിനെ കണ്ടില്ലേ? ആന്റ് ബൈറ്റ് ചെയ്യുന്ന സമയത്ത് ഏത് ആസിഡ് ആണ് ഉണ്ടാവുന്നത്? ഫോമിക് ആസിഡ് ആണ് ഉണ്ടാവുന്നത്. സോ ആസിഡും അത് എവിടെ ഫൗണ്ട് ചെയ്യും എന്നുള്ളതാണ് മിസ് ഇവിടെ കൊടുത്തിരിക്കുന്ന ഫിഗർ. ഇനി നോക്കിക്കേ, നമ്മൾ പറഞ്ഞ അതേ കാര്യം അല്ലെ, സ്ട്രോങ് ആയിട്ടുള്ള ആസിഡ്സ് ഏതൊക്കെയാണെന്ന് പരിചയപ്പെടുത്തി തരികയാണ് ഇവിടെ. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് ബേസസിനെ കുറിച്ചാണ്. ബേസസ് എന്നുള്ളത് പഠിക്കുമ്പോൾ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ലെറ്റർ ആണ് ബി. സോ ബേസ് എന്നുള്ള വേർഡ് സ്റ്റാർട്ട് ചെയ്യുന്നത് ബിയിലാണ്. ബേസസിന് ബിറ്റർ ടേസ്റ്റ് ആണ്. മാത്രമല്ല സോപ്പി ഓൺ ടച്ച് ആർ നോൺ ആസ് ബേസസ്. എക്സാമ്പിൾ ആയിട്ട് നമ്മുടെ സോപ്പിനെ പറയാം. നമുക്ക് സോപ്പിനെ നോക്കിക്കേ, സോപ്പ് തൊടുമ്പോൾ ഒരു സ്ലിപ്പറി നാച്ചർ ആണ് അല്ലേ അതിനുള്ളത്. സോ സോപ്പി നാച്ചർ ആണ് ഈ ബേസസിന് ഉണ്ടാവുക. ദ നാച്ചർ ഓഫ് ഓൾ സബ്സ്റ്റൻസ് ഈസ് സെഡ് ടു ബി ബേസിക്. ബേസിസിനുള്ള എക്സാമ്പിൾ ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. കാൽഷ്യം ഹൈഡ്രോക്സൈഡ്, മിൽക്ക് ഓഫ് മഗ്നീഷ്യ, അമോണിയം ഹൈഡ്രോക്സൈഡ്. അപ്പൊ ഇതൊക്കെ നമുക്ക് പരിചിതമായിട്ടുള്ള കുറച്ച് ബേസസ് ആണ്. അപ്പൊ കാൽഷ്യം ഹൈഡ്രോക്സൈഡ് ആണ് ലൈം വാട്ടറിലുള്ളത്, അമോണിയം ഹൈഡ്രോക്സൈഡ് വിൻഡോ ക്ലീനറിലുണ്ട്, സോഡിയം ഹൈഡ്രോക്സൈഡ് പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ് ഒക്കെയാണ് സോപ്പിലാണ്. നമ്മൾ സോഫ്റ്റ് സോപ്സ് എന്ന് പറയാറില്ലേ, അതിൽ ഇതൊക്കെയാണുള്ളത്. മഗ്നീഷ്യം ഹൈഡ്രോക്സൈഡ് ആണ് മിൽക്ക് ഓഫ് മഗ്നീഷ്യ. നമ്മൾ വയറിൽ അസിഡിറ്റി ഒക്കെ ഉണ്ടാകുന്ന സമയത്ത് നമ്മൾ കൺസ്യൂം ചെയ്യുന്നതാണ് ഈ പറയുന്ന മിൽക്ക് ഓഫ് മഗ്നീഷ്യ, മഗ്നീഷ്യം ഹൈഡ്രോക്സൈഡ്. സോ നിങ്ങൾക്ക് ഒരു ബേസിക് ആയിട്ടുള്ള ഐഡിയ ഇപ്പൊ ഉണ്ടായില്ലേ, ആസിഡ്സ് എന്താണ്, ബേസസ് എന്താണെന്നുള്ളത്. സോ ഇതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള മോർ വീഡിയോസ് നമുക്ക് അടുത്ത ദിവസം ചാനലിൽ കാണാം. സോ സ്റ്റേ ട്യൂൺ ഫോർ more videos. Bye bye. See you.